ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വരാന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു പുതിയൊരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാണ്, ടൈം ആൻഡ് വർക്ക്. അപ്പോൾ ഇതിന് മുമ്പ് വരെയുള്ള 50 കിങ് സീരീസിൻ്റെ ബോട്ട് ആൻഡ് സ്ട്രീംസ് വരെയുള്ളതിൻ്റെ ടോപ്പിക്സ് നമ്മൾ പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് എസ്പെഷ്യലി ടൈം ആൻഡ് വർക്ക് കാണുന്നെങ്കിൽ നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ബേസ് സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അത് കാണാത്തൊരു മസ്റ്റായിട്ട് അത് പോയി വാച്ച് ചെയ്ത് ഞാൻ കൺസെപ്റ്റ് ഉൾപ്പെടെയുള്ള ഷോർട്ട് കട്ട്സ് ഉൾപ്പെടെയുള്ള ഒരു സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടതിന് ശേഷം ഇത് വാച്ച് ചെയ്യുക. സോ ദാറ്റ് ഞാൻ ഫസ്റ്റ് എന്തായാലും ഈ സെഷനിൽ കുറച്ച് അഡീഷണൽ, അതായത് ഞാനായിട്ടും കൂടെ പഠിച്ചെടുത്ത കുറച്ച് പോയിന്റ്സ് കാണും. അതായത് ഇപ്പം നമ്മൾ സാധാരണ LCM ഇതിപ്പോൾ ബേസിക് കഴിഞ്ഞവർക്ക് കേൾക്കുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ LCM മെത്തേഡ് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അതല്ലാതെ ഒന്ന് രണ്ട് ഫോർമുലാസും, അതല്ലാതെ മീൻസ് ഈ റൂട്ട് AB എന്ന് പറയുന്ന രണ്ടുപേരുടെ വർക്ക് കമ്പാരിസൺ വെച്ചിട്ടുള്ള ചെറിയ ചെറിയ പൊടിക്കൈ ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ടുള്ളൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ഇത്. അതിന് ശേഷം വരുന്ന നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഈച്ച് ആയിട്ടുള്ള വീഡിയോസ് ഇറക്കുന്നത്. അതിൽ പ്രാക്ടീസ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ വീഡിയോ മസ്റ്റായിട്ടും കൺസെപ്റ്റ് കുറച്ച് ക്വസ്റ്റ്യനും കാണും, ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് കാണും. അത് വെച്ച് കൺസെപ്റ്റ് ഉറപ്പിച്ചോണം. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാക്കി നോക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ടൈം ആൻഡ് വർക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം ടൈം ആൻഡ് വർക്ക് നമ്മൾ പഠിക്കാൻ നേരം അതിൻ്റെ ഒരു ബേസിക് ഫോർമുല ഉണ്ട്. അതായത് വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം ടേക്കൺ. അപ്പോൾ ഈ ഒരു ബേസിക് ഫോർമുലയിൽ നിന്നാണ്, അതായത് വേറൊന്നുമില്ല, ഫോർമുല എന്ന് പറയുമ്പോൾ വലിയ കാര്യങ്ങളില്ല, പക്ഷേ കൺസെപ്റ്റ് മാത്രം. അതായത് ചെയ്യുന്ന വർക്ക് സമം എത്ര ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടോ, അതായത് എൻ്റെ എഫിഷ്യൻസി ഗുണം അല്ലെങ്കിൽ ഇൻറ്റു എൻ്റെ ടൈം. അതായത് ഞാനിപ്പം ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ എൻ്റെ ജോലി എന്ന് പറയുന്നത് കട്ട പെറുക്കി വെക്കുന്നതാണെങ്കിൽ അറ്റ് എ ടൈം മണിക്കൂറിൽ എനിക്ക് എത്ര എടുത്ത് വെക്കാൻ പറ്റും ഇൻറ്റു ഞാൻ എത്ര നേരം പണി ചെയ്തു. അതായത് ഇപ്പോൾ 2 മണിക്കൂർ, ഒരു മണിക്കൂറിൽ എനിക്ക് 10 എടുത്ത് വെക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 10 ബ്രിക്സ് പെർ അവർ ആണ്. അങ്ങനെ ഞാൻ 2 മണിക്കൂർ പണി ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ 10 × 2 20 നമുക്ക് വർക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് ചെയ്യുന്ന വർക്ക് ഇപ്പം എൻ്റെ അർത്ഥം എന്താ, 20 കട്ട പെറുക്കി വെച്ചു എന്നുള്ളതാണ് എൻ്റെ ടോട്ടൽ വർക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് തന്നില്ലെങ്കിൽ നമ്മളിനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന മിക്ക പ്രോബ്ലത്തിനകത്തും വർക്കിനെ നമ്മളൊരു ന്യൂമറിക്, ഇതിവിടെ ഇപ്പോൾ സിറ്റുവേഷൻ ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു മണിക്കൂറിൽ 10 കട്ട വെച്ച് പെറുക്കി വെക്കാൻ പറ്റും. അങ്ങനെ 2 മണിക്കൂർ പണി ചെയ്തെങ്കിൽ മൊത്തത്തിൽ ചെയ്ത പണി എന്ന് പറയുന്നത് 20 കട്ട പെറുക്കി വെച്ചു. അതാണ് നമ്മുടെ വർക്ക്. അപ്പോൾ ഇതുപോലൊരു സിറ്റുവേഷൻ തന്നില്ലെങ്കിൽ ചിലപ്പോൾ വർക്ക് എന്താണെന്ന് പറയത്തില്ല. പെയിൻറ് ചെയ്യുന്നതാണോ, കട്ട പെറുക്കി വെക്കുന്നതാണോ, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതാണോ, ആ വർക്ക് എന്താണെന്ന് സ്പെസിഫൈ ചെയ്ത് ചിലപ്പോൾ പ്രോബ്ലത്തിൽ പറയത്തില്ല. ഒരു സർട്ടൈൻ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് വർക്ക് ചെയ്യാൻ എന്നായിരിക്കും ക്വസ്റ്റ്യനിൽ കാണുന്നത്. അപ്പോൾ ആ വർക്കിനെ നമ്മൾ മിക്കപ്പോഴും ഇതുപോലെ, ഇവിടെ ഇപ്പം 20 കട്ട പെറുക്കി വെച്ചു, ആ കട്ട പെറുക്കി വെക്കുക എന്നുള്ള സംഭവം മാറ്റി വെച്ച വർക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ന്യൂമറിക്കൽ വാല്യൂ എന്താ, നമ്മൾ വർക്കിനെ 20 റെപ്രസെൻറ്റ് ചെയ്തല്ല. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന ഇതിൽ വർക്ക് എന്താണെന്നുള്ള സ്പെസിഫൈ ചെയ്ത് ക്വസ്റ്റ്യന് കാണത്തില്ല, പക്ഷേ നമുക്ക് വർക്കിനെ നമ്പറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എഫിഷ്യൻസി ഇൻറ്റു ടൈം വർക്ക്, ആ ഒരു ഫോർമുല ആലോചിച്ച് വെച്ചോണം. പിന്നെ വേറൊരു കാര്യം കൂടെ ആലോചിച്ചോണം. ഇപ്പോൾ വർക്ക് സെയിം ആണെങ്കിൽ, അതായത് ഞാനും വേറൊരു വ്യക്തിയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും സെയിം വർക്കാണ് ചെയ്യുന്നത്, അത് ഞങ്ങളുടെ രണ്ടുപേരുടെ പണി എന്ന് പറഞ്ഞാൽ 20 കട്ട പെറുക്കി വെക്കുന്നതാണെന്ന് വെച്ചോ, കൺസിഡർ ചെയ്തോ. അങ്ങനെയെങ്കിൽ പക്ഷെ ഞങ്ങളുടെ രണ്ടുപേരുടെ എബിലിറ്റീസ് ഡിഫറെൻ്റ്, അല്ലെങ്കിൽ എഫിഷ്യൻസീസ് ഡിഫറെൻറ്റാണ്. അപ്പോൾ വർക്ക് സെയിം ആണെങ്കിൽ നോക്കിക്കേ, ഈ ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഫിഷ്യൻസി താഴോട്ടുണ്ടെന്ന്, വർക്ക് ബൈ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ടൈം. അപ്പോൾ ആദ്യത്തെ ആളുടെ എഫിഷ്യൻസി E1 ആണെങ്കിൽ രണ്ടാമത്തെ ആളുടെ എടുക്കുന്ന ടൈം T1 ആയിരിക്കും. ഇനിയും ആദ്യത്തെ ആളുടെ വർക്ക് W1, രണ്ടാമത്തെ ആളുടെ വർക്ക് W2. ഇനിയും രണ്ടാമത്തെ ആളുടെ എഫിഷ്യൻസി E2, അയാൾ എടുക്കുന്ന സമയം അപ്പോൾ T2. ഇനിയും വർക്ക് 1 വർക്ക് 2 സെയിം ആണെന്നല്ലേ പറഞ്ഞത്, അതായത് രണ്ടുപേരും ഏറ്റെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞ വർക്ക് സെയിം ആണെങ്കിൽ ഇതും സെയിം ആവും. അതായത് ഈ ഈക്വൽ ടു ഇപ്പുറം കിടക്കുന്ന W സെയിം ആവുമ്പോൾ ടൈം എന്തിനനുസരിച്ചാണ് മാറുന്നത്, അതായത് ടൈം അപ്പോൾ ഇനി ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ, എഫിഷ്യൻസി. അതായത് എഫിഷ്യൻസിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റും കൂടെ നോട്ട് ചെയ്ത് വെച്ചോണം. വെൻ വർക്ക് ഈസ് സെയിം, അതായത് വർക്ക് സെയിം ആകുമ്പോൾ ടൈം എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എഫിഷ്യൻസി. അതും കൂടെ ആലോചിച്ച് വെച്ചേക്കണം. പിന്നെ നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിൽ നമുക്ക് എഫിഷ്യൻസീസ് മാത്രമേ ആഡ് ചെയ്യാനും കുറയ്ക്കാനും പറ്റത്തുള്ളൂ. അതെന്താണെന്നുള്ള ഞാൻ പ്രോബ്ലം വഴി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ടൈം, അതായത് ഇപ്പോൾ ഞാൻ 10 ദിവസം പണിയെടുത്തു, വേറൊരു ഫ്രണ്ട് 20 ദിവസം പണിയെടുത്തെങ്കിൽ രണ്ടുപേരും കൂടെ ചെയ്യാനായിട്ട് എത്ര, 10, 20, 30 ദിവസം എടുത്തു എന്നുള്ള കണക്ക്, അങ്ങനെ ലീനിയർ ലോജിക്ക് പറ്റത്തില്ല. പക്ഷേ നമുക്ക് എഫിഷ്യൻസീസ് അതുപോലെ ആഡ് ചെയ്യാനും കുറയ്ക്കാനുമായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രോബ്ലത്തിൽ കൂടെ നോക്കാം. തൽക്കാലം ഇത് നോക്കി വെച്ചു. ടൈം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എഫിഷ്യൻസി. അതായത് ടൈമിനൊരു റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചുള്ളതായിരിക്കും എഫിഷ്യൻസിയുടെ റേഷ്യോ. റേഷ്യോ പ്രൊപ്പോർഷൻ പഠിച്ചവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് ക്ലിയർ അല്ല എങ്കിൽ
ഒരു കാര്യം കൂടെ അഡീഷണൽ പറയാനുണ്ട്. ഓക്കെ, നമുക്കൊരു ഫോർമുല ആലോചിച്ച് നോക്കണം. അതായത് ഇപ്പം എ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അയാൾ എക്സ് ദിവസം പണിയെടുക്കാനായിട്ട് എടുത്തു ഒരു പീസ് ഓഫ് വർക്ക്. അത് ഏതാ നിറത്തിൽ ഏതോ ഒരു പണി ചെയ്യാൻ എക്സ് ദിവസം എടുത്തു. ഇനി വേറൊരാളുണ്ട് ബി എന്ന് പറയുന്ന ആൾ. അയാൾ പണിയെടുക്കാനായിട്ട് വൈ ദിവസം എടുത്തു. എങ്കിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ട്, അതിനെ ഞാൻ എ പ്ലസ് ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. രണ്ടുപേരും ഒരുമിച്ച് പണി ചെയ്യാനായിട്ട് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ദിവസം എടുത്തു. ഇത് ആലോചിച്ച് വെച്ചേക്കണം. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ, ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ തൽക്കാലം വർക്ക്, എനിക്കൊരു ഫുൾ വർക്ക് ചെയ്യാൻ, അതായത് എ ഒരു വർക്ക് ഫുൾ ചെയ്യാനായിട്ട് എക്സ് ദിവസം എടുത്തു എന്നല്ലേ, ആ സെയിം വർക്ക് ചെയ്യാനായിട്ട് ഫുൾ വർക്ക് ചെയ്യാനായിട്ട് ബി വൈ ദിവസം എടുത്തു. അപ്പം ഞാൻ എൻ്റെ വർക്കിനെ യൂണിറ്റി ആയിട്ട് കണ്ടു. അതായത് ഒരു വർക്ക് മൊത്തവും ചെയ്യുക പറഞ്ഞാൽ, അതായത് ഞാനിപ്പോൾ 50% വർക്ക് തീർത്തു എന്ന് പറയുകയാണെങ്കിൽ, 50% എന്ന് പറഞ്ഞാൽ എത്ര? പാതി വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഞാനൊരു വർക്ക് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം എന്നാണ് പറയുന്നത്? ഞാൻ 100% വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 100% എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്താ? ഭിന്നസംഖ്യ. ശതമാനം പെർസെൻ്റ് എന്ന് പറയുമ്പോൾ ബൈ 100 ഇടണം. അതായത് എത്ര? 1. അപ്പം ഇങ്ങനെയാണ് നമ്മൾ വർക്കിനെ തൽക്കാലം 100% വർക്കും ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒരു യൂണിറ്റ് വർക്ക് ചെയ്തു എന്ന് അസ്യൂം ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ വർക്കിനെ ഞാൻ ഒന്നായിട്ട് കണ്ടു. അപ്പം വർക്ക് ഒന്നാണെങ്കിൽ നോക്കിക്കേ, എഫിഷ്യൻസി ഇതെങ്ങനെയാ? എഫിഷ്യൻസി ഓഫ് എ എന്ന് പറയുന്നത് വർക്ക് ബൈ എയുടെ ദിവസം. എ എത്ര ദിവസം എടുത്തു? നമ്മൾ തൊട്ട് മുമ്പ് നോക്കിയില്ലായിരുന്നോ? എഫിഷ്യൻസി വർക്ക് ബൈ എഫിഷ്യൻസി, അല്ലെ വർക്ക് ബൈ ടൈം എന്ന് പറയുന്നതാണ് എഫിഷ്യൻസി. അതും കൂടെ ആലോചിച്ചോണേ. വർക്ക് ഈസ് ഈക്വൽസ് ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം. അപ്പം വർക്ക് ബൈ ടൈം ആണ് എഫിഷ്യൻസി. ഇനി എഫിഷ്യൻസി ഓഫ് ബിയോ 1 ബൈ, അതെങ്കിൽ വർക്കാണ് 1 ബൈ, ഇവിടെ വർക്ക് 1 ആണേ, 1 ആയിട്ട് എടുത്തു. 1 ബൈ ദിവസം ഓഫ് ബി വൈ. ഇനി നാം പറഞ്ഞു എഫിഷ്യൻസി മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. രണ്ടുപേരുടെയും കഴിവ് നമുക്ക് കമ്പൈൻഡ് ആക്കാൻ പറ്റും. അപ്പോൾ എൻ്റെയും ബിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. 1 ബൈ എക്സ് പ്ലസ് 1 ബൈ വൈ, അതായത് എക്സ് പ്ലസ് വൈ ബൈ എക്സ് വൈ. പിന്നെ നോക്കിക്കേ, ഡബ്ല്യു ബൈ എന്ത്? എഫിഷ്യൻസി അല്ലേ, ടി. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു ടി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 ബൈ. അതായത് ടൈം എഫിഷ്യൻസി എന്താണോ അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കിട്ടിയത് എൻ്റെയും ബിൻ്റെയും കമ്പൈൻഡ് എഫിഷ്യൻസി അല്ലേ, അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും ടൈം. അപ്പോൾ ടൈം ടേക്കൺ ബൈ ബോത്ത് എ ആൻഡ് ബി, ഞാൻ അതിനെ ടി ഓഫ് എ പ്ലസ് ബി എന്ന് എടുക്കുക. അത് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഡെറിവേഷൻ ആലോചിച്ച് വെക്കേണ്ട. ഞാൻ ഫ്രഷ് ആയിട്ട് കാണുന്നവർക്ക് ഉപകരിക്കട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ എന്നുള്ള ഫോർമുലയും കൂടെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അതല്ലാതെ LCM മെത്തേഡും കൂടെ കാണും. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പരിചയപ്പെടാം. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഷിഫ്റ്റിലെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ ഇത് ധാരാളമായിരിക്കും. അപ്പോൾ ഇത് ആലോചിച്ച് വെച്ചോണം. ക്ലിയർ അല്ല? അപ്പം ബേസിക് ആയിട്ടുള്ള എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വെച്ചിട്ട് സംഭവം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നോക്കിയേ, to do a certain work, the ratio of the efficiencies of A and B is 7:5. Working together, they can complete the same work in 17 and 1/2 days. A alone will complete 60% of work in എത്ര ദിവസം കൊണ്ടാണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കിയേ, എൻ്റെയും ബിൻ്റെയും എഫിഷ്യൻസിയുടെ റേഷ്യോ തന്നിട്ടുണ്ട് 7:5. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്തുവാ? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ എഫിഷ്യൻസി ഇൻറ്റു ടോട്ടൽ ഡേയ്സ് ടേക്കൺ. അപ്പോൾ രണ്ടുപേരും കൂടെ എത്ര ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്? 17.5 ദിവസം. അപ്പോൾ ഇവരുടെ വർക്ക് എന്ന് പറയുന്നത് എത്ര വരും? 17.5, അതായത് 17.5 ഇൻറ്റു ഇവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസി എത്ര? 7 + 5 12. അതായത് ടൈം ഇൻറ്റു എഫിഷ്യൻസി നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടി. ഈ ടോട്ടൽ വർക്ക് കിട്ടിയേ, ഇനിയും ഇതിൻ്റെ എത്ര വേണമെന്നാ? 60% വർക്ക് എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന്. അപ്പോൾ 60% ഫ്രാക്ഷൻ എന്താ? 60% എന്ന് പറഞ്ഞാൽ 3/5 ആണ്. അപ്പം ഈ ടോട്ടൽ വർക്കിൻ്റെ 3/5 ഇത്രയും വർക്ക് ചെയ്യണം. ആര്? എ ചെയ്യണം. എത്ര ദിവസം കൊണ്ട്? അപ്പം ദിവസം കാണണമെങ്കിൽ വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം അല്ലേ. അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി. അപ്പോൾ ഇത്രയും വർക്കാണ് എ ചെയ്യേണ്ടത്. ബൈ എഫിഷ്യൻസി ഓഫ് എ എന്താ? 7. അപ്പം താഴോട്ട് വരാൻ നേരം ഇത് ഇങ്ങോട്ട് വരും. കാരണം 25 × 7 ആണ് 17, 775. 0.5 6 × 3 18 എന്ന് വരും. സോ ഓപ്ഷൻ
എ വിൽ ബി യുവർ ആൻസർ. അപ്പോൾ 18 ദിവസം എടുക്കും. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. P can do a work in 12 days and Q can complete the same work in 36 days. How many days will be taken if they work together to complete that same piece of work? അങ്ങനെയെങ്കിൽ നോക്കിയേ, പി ക്യാൻ ഡു, അതായത് ഞാൻ പറഞ്ഞു ഓരോരുത്തരും ചെയ്യുന്ന വർക്ക് സെയിം ആണെങ്കിൽ അവർ ചെയ്യാനെടുത്ത സമയം തന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യാനെടുക്കുന്ന സമയം നമ്മൾ എങ്ങനെയായിരുന്നു പഠിച്ചേ? എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ചെയ്യാൻ നേരം എക്സ് 12, അതായത് പി എടുത്ത സമയം എക്സ് എന്നെടുത്തു, ക്യൂ എടുത്ത സമയം വൈ എന്നെടുത്തു. ഈ എക്സും വൈയും 12 36 ദിവസങ്ങളാണ് ടു കംപ്ലീറ്റ് ദ സെയിം പീസ് ഓഫ് വർക്ക്. അതായത് ഒരു വർക്ക് ചെയ്യാൻ പി മൊത്തത്തിൽ എടുത്ത ദിവസം, ക്യൂ ആ സെയിം വർക്ക് ചെയ്യാൻ എടുത്ത ദിവസമാണ് 36 ദിവസം. അപ്പോൾ 12 ഗുണം 36 ബൈ 12 പ്ലസ് 36 48, 4 കൊണ്ട് വെട്ടാം 9. അപ്പോൾ ആൻസർ 9 ഡേയ്സ് എന്ന് വരും. കണ്ടോ, ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഇതല്ലാതെ എൽ സി എം എന്ന് പറയുന്നൊരു മെത്തേഡും കൂടെ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. എൽ സി എം മെത്തേഡും കൂടെ നോക്കാം. ഇത് മെത്തേഡ് 1. ഇനി അതല്ല നോർമലി നമ്മൾ ചെയ്യുന്ന എൽ സി എം മെത്തേഡ്, അതായത് ഞാൻ എയും ബിയും എടുത്തു ആണല്ലോ. ഇനി എ എത്ര ദിവസം കൊണ്ട് ചെയ്യും? 12 ദിവസം കൊണ്ട് ചെയ്യും. ബി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 36 ദിവസം കൊണ്ട് ചെയ്യും. ഇനി ഇത് ഇവരുടെ വർക്കായിട്ട് എടുത്തോ. ഇവരുടെ വർക്ക് ഞാൻ പറഞ്ഞല്ലോ, വർക്കിനെ നമ്പറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിനെയാണ് എൽ സി എം. അതായത് എനിക്ക് ഇവരുടെ എഫിഷ്യൻസീസ് വേണം. അപ്പം ഞാൻ ആദ്യം വർക്കിനെ അവരവരുടെ ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എഫിഷ്യൻസി കിട്ടുമല്ലോ. അപ്പോൾ കാരണം വർക്ക് ഈസിക്കൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈമാണ്. അപ്പോൾ എഫിഷ്യൻസി കിട്ടണമെങ്കിൽ ഈ ടി ഇപ്പുറത്ത് കൊണ്ടുവന്ന് വർക്ക് ബൈ ടൈമാണ് എഫിഷ്യൻസി. അപ്പോൾ ഈ ഒരു ഇത് വരണമെങ്കിൽ കണ്ടോ, ടി ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അതായത് 12ഉം 36ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മൊത്തമൊക്കെ നമുക്ക് കിട്ടണം, ഒരു ഫുൾ നാച്ചുറൽ നമ്പർ കിട്ടണം. ആ ഒരു കൺസെപ്റ്റ് വരണമെങ്കിൽ നമുക്കൊരു എൽ സി എം ഉണ്ട്. അത് 12നെയും 36നെയും കൊണ്ട് ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലീസ്റ്റ് നമ്പർ, അതാണ് എൽ സി എം എന്ന് പറയുന്നത്. അതായത് 36 36 തന്നെ എടുക്കാം. അപ്പം എൻ്റെ വർക്കിനെ ഞാൻ 36 യൂണിറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ വർക്ക് ബൈ ഇതേതാ, ഡേയ്സ് അല്ലേ, ടൈമിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ ടൈം. അപ്പോൾ ഇത് എഫിഷ്യൻസിയുടെ റേഷ്യോ. അപ്പോൾ 36 എന്ന് പറയാൻ നേരം 36 ബൈ 12 3. ഇതോ 36 ബൈ 36 1. അതായത് എഫിഷ്യൻസിയുടെ റേഷ്യോ ഒന്നും വേണ്ട, ഇത് എടുക്കാൻ നേരം തന്നെ 1:3 എന്ന് കിട്ടും. അപ്പോൾ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ത് വരും? 3:1 എന്ന് വരും. ഇനിയും നോക്കിയാൽ 3:1 എന്നുള്ള റേഷ്യോ എൻ്റെയും ബിൻ്റെയും കിട്ടി. ഇനി ചോദിച്ചേക്കുന്നത് എന്താ? ദേ വർക്ക് ടുഗദർ, അതായത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട വർക്ക് ഇവിടെ എത്ര എന്നാണ് കാണിച്ചേ? 36. അപ്പം എയും ബിയും ഒരുമിച്ച് എടുക്കുമ്പോൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് വർക്ക് ബൈ അവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസി. അത് എയും ബിയും ഒരുമിച്ച് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അവരുടെ വർക്ക് ബൈ കമ്പൈൻഡ് എഫിഷ്യൻസി. അപ്പോൾ 36 ബൈ കമ്പൈൻഡ് എഫിഷ്യൻസി എത്ര? 3 + 1 4. അപ്പോൾ എത്ര കിട്ടും? 9 ഡേയ്സ് എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ എൽ സി എം മെത്തേഡ് ഞാൻ ജസ്റ്റ് ഇതുവഴി പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. മിക്കപ്പോഴും ഈ മെത്തേഡ് ഫോളോ ചെയ്യണം, പെട്ടെന്ന് കിട്ടും. കാരണം നിങ്ങളിവിടെ എൽ സി എം ഇത്ര എഴുതുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ മനക്കണക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ആൻഡ് ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 18 ഡേയ്സ്. ബി ആൻഡ് സി ടുഗദർ ക്യാൻ ഡു ഇറ്റ് ഇൻ 30 ഡേയ്സ്. എ ഈസ് ട്വൈസ് ആസ് ഗുഡ് എ വർക്ക്മാൻ ആസ് സി. ഫൈൻഡ് ഹൗ മെനി ഡേയ്സ് ബി അലോൺ ക്യാൻ ഡു ഇറ്റ്. ഇത് എയും ബിയും, ഇത് ബിയും സിയും, രണ്ടുപേരെ ഞാൻ 2 ഗ്രൂപ്പാക്കി. അപ്പം എയും ബിയും 18 ദിവസം കൊണ്ട് ചെയ്യും, ബിയും സിയും ഒരുമിച്ച് 30 ദിവസം കൊണ്ട് ചെയ്യും. അപ്പം ഞാൻ ഇവരുടെ എൽ സി എം എടുക്കുവാണ്. വർക്കിനെ കാണിക്കണമെങ്കിൽ എൽ സി എം, അതായത് 18ൻ്റെ 30ൻ്റെ എൽ സി എം 90. ഇതെങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിച്ചു? 2 നമ്പേഴ്സിൻ്റെ എൽ സി എം കണ്ടുപിടിക്കണമെങ്കിൽ എസ്പെഷ്യലി ടൈം ആൻഡ് വർക്കിൽ വരാൻ നേരം, ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരാൻ നേരം പെട്ടെന്ന് വർക്കൗട്ട് ആവുന്നൊരു കാര്യം പറയാം. 18ൻ്റെയും 30ൻ്റെയും എൽ സി എം കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും വലിയ നമ്പറിൻ്റെ അടുത്ത മൾട്ടിപ്പിൾ നോക്കണം. അതായത് 30ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ. 30 കൊണ്ട് 30നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി 30ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ 60. 30 × 2 60 അല്ലേ. അപ്പോൾ 60നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി 30ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ 90. 90നെ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. പറ്റുമല്ലോ. 18 × 5 ആണ് 90. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമ്പോൾ വലിയ നമ്പറിനെ അടുത്തടുത്ത മൾട്ടിപ്പിൾ പെട്ടെന്ന് എടുത്ത് മനസ്സിൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ 90 ഇത് ടൈം, ഇത് എഫിഷ്യൻസി. അപ്പോൾ 90 / 18 5,
ബി പ്ലസ് സിയുടെ 90/30 3. അപ്പോൾ എൻ്റെയും ബീൻ്റെയും കൂടെ കമ്പൈൻഡ് എഫിഷ്യൻസി 5, ബീൻ്റെയും സീൻ്റെയും കൂടെ കമ്പൈൻഡ് എഫിഷ്യൻസി 3. ഇനി നോക്കിയേ, എൻ്റെയും സീൻ്റെയും എഫിഷ്യൻസിയുടെ റേഷ്യോ എന്താണെന്നാണ് പറയുന്നത്? 2:1 ആവണമെന്നാണ് പറയുന്നത്. എ ഈസ് ട്വൈസ് ആസ് ഗുഡ് എ വർക്ക്മാൻ, അതായത് സി എത്രയൊക്കെ പണിയില്ല അതിൻ്റെ ഇരട്ടി പണി ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ് എ എന്ന് പറയുന്നത്. അപ്പം ഈ 2:1 നമുക്ക് 4:2 എന്ന് എഴുതാമല്ലോ, A:C എന്നുള്ളത്. അതായത് നോക്കിയേ, എൻ്റെത് 4 ഓക്കെ അല്ലേ? അപ്പോൾ എൻ്റെത് 4, സീൻ്റെത് 2. അപ്പോൾ സീൻ്റെത് 2 ആകുമ്പോൾ ബി പ്ലസ് സി 3. സി അതിനകത്ത്, അതായത് ബി പ്ലസ് സി, ബീൻ്റെയും സീൻ്റെയും കമ്പൈൻഡ് എഫിഷ്യൻസി 3. അതിൽ സീൻ്റെ എത്ര? 2. അതായത് ബി പ്ലസ് 2 = 3, ബി = 1 എന്ന് കിട്ടും. ബീൻ്റെ എഫിഷ്യൻസി 1. ഇനി ഇതെടുത്ത് ഇവിടെ അപ്ലൈ ചെയ്യണം. അതായത് എൻ്റെയും ബീൻ്റെയും കൂടെ കമ്പൈൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് മനക്കണക്ക് ചെയ്തോണേ, പ്രാക്ടീസ് സെറ്റായി കഴിയുമ്പോൾ. എ പ്ലസ് ബി എന്ന് പറയുന്നതിൻ്റെ എഫിഷ്യൻസി 5. ബീൻ്റെ എത്ര? 1. അപ്പോൾ എ എന്ന് പറയുന്നത് 5 - ബി, അതായത് 5 - 1 എത്ര വരും? 4. കണ്ടോ, 4:2 നമുക്ക് സാറ്റിസ്ഫൈ ആവുന്നുണ്ടല്ലോ. എൻ്റെ 4:2 എന്ന് എടുക്കാം. കറക്റ്റ് 4 തന്നെ കിട്ടുന്നുണ്ട്. ഇനി ചോദിച്ചേക്കുന്നത് എന്താ? ഹൗ മെനി ഡേയ്സ് ബി എലോൺ ക്യാൻ ഡൂ ദ വർക്ക്. അപ്പം ടോട്ടത്തിലുള്ള വർക്ക് എത്ര? 90. അപ്പം ബീൻ്റെ ടൈം എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് ബി, അതായത് 90 / ബീൻ്റെ എഫിഷ്യൻസി എത്ര? 1. അപ്പോൾ 1 ചെയ്യാൻ നേരം എൻ്റെ ആൻസർ 90 days എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ വിൽ ബി യുവർ ഫൈനൽ ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ വരാന്ത റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ 6 ലെവൽസ് ആയിട്ടായിരിക്കും നമ്മുടെ കോച്ചിങ് പോകുന്നത്. ഫസ്റ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രാക്ടീസ് ലെവൽ എന്ന് പറയുന്നത് ബേസിക് ക്ലാസ്സസ് ആയിരിക്കും. അതിന് ശേഷം വരുന്നതാണ് ബേസിക് സർക്കിൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങളെ ഒരു ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഗ്രൂപ്പ്സ് ആക്കിയിട്ട് നിങ്ങളുടെ സ്റ്റഡി പാർട്ട്നേഴ്സ് ആയിരിക്കും അത്. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു വർക്കൗട്ട് മെറ്റീരിയൽ തരും. ബേസിക് ക്വസ്റ്റ്യൻസിൻ്റെയും പ്രിലിംസിൻ്റെ എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ കമ്പൈൻഡ് ആയിട്ട് പഠിക്കും, ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യും, ഡിസ്കസ് ചെയ്ത് ഒരു മടുപ്പില്ലാത്തുള്ളൊരു സെഷനായിട്ട് ബേസിക് സർക്കിൾ പോകും. അപ്പോൾ അവിടെ നിങ്ങളുടെ ഫർദർ മോഡറേറ്റ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിൻ്റെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ പോകാനായിട്ട് ഒരു മെൻറ്റർ സപ്പോർട്ട് ഡെഫിനറ്റ്ലി കാണും. അതിനുശേഷം വരുന്നതാണ് എക്സ്ട്രീം സർക്കിൾ. അപ്പോൾ മെയിൻസ് ലെവൽ പ്രോഗ്രാം ആയിരിക്കും എക്സ്ട്രീം സർക്കിൾ. കുറച്ചുകൂടെ ദൈർഘ്യമേറിയ സെഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ, കാരണം ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണവും കൂടുതലായിരിക്കും, ക്വസ്റ്റ്യൻസിൻ്റെ ടഫ്നെസ്സും കൂടുതലായിരിക്കും. ബേസിക് സർക്കിൾ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് മാത്രം എക്സ്ട്രീം സർക്കിൾ പ്രിഫർ ചെയ്യുക. അപ്പോൾ എക്സ്ട്രീം സർക്കിൾ നിങ്ങൾക്ക് നിങ്ങളെ സർക്കിൾസ് ആക്കി ഇരുത്തും. ഒപ്പം നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി മെൻറ്റർ സപ്പോർട്ട് കാണും. അപ്പോൾ അതിന് ശേഷം വരുന്നതാണ് സൂപ്പർ ബാച്ച്. 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിലെ മോസ്റ്റ് ഹൈലൈറ്റഡ് ആയിട്ടുള്ള സെഷനാണ് സൂപ്പർ ബാച്ച്. അപ്പോൾ സൂപ്പർ ബാച്ചിൽ നിങ്ങൾ ഏത് എക്സാം ആണോ അതിന് മുന്നോടിയായിട്ട് 2 മാസം അല്ലെങ്കിൽ മിനിമം 1 month ഉള്ളൊരു പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ ആ എക്സാമിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ബാച്ച് ആയിരിക്കും സൂപ്പർ ബാച്ച്. അവിടെ നിങ്ങളെ സർക്കിൾസ് ആക്കി ഇരുത്തും. ആൻഡ് അവിടെ നിങ്ങൾക്ക് ഒരു മെൻറ്റർ സപ്പോർട്ട് ഡെഫിനറ്റ്ലി കാണും. അതിനുശേഷം വരുന്ന റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമിൽ റിപ്പ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തു, ഇനിയും എക്സാം വരാൻ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലേസൻ്റ് ആയിട്ടിരിക്കേണ്ട. നിങ്ങളുടെ വർക്ക് ചെയ്ത് നിങ്ങൾ ഓൾറെഡി ഉള്ള ലെവൽ പീക്ക് ലെവൽ എത്തിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് നിങ്ങളുടെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിനുശേഷം വരുന്ന നമ്മുടെ ഫൈനൽ സെഷൻ മോക്ക് ഇൻ്റർവ്യൂ ആണ്. അപ്പം PO എക്സാംസിനൊക്കെ അല്ലെങ്കിൽ NICLൻ്റെ അസിസ്റ്റൻ്റ് ഓഡിറ്റ് അല്ല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിനൊക്കെ ഓഫീസർ പോസ്റ്റിൻ്റെ എല്ലാ പോസ്റ്റിനും ഇൻ്റർവ്യൂ ഒരു ഫൈനൽ സ്റ്റേജ് ആണ്. അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ ഫൈനൽ മെറിറ്റും കൂടെ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജോയിനിങ് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ്സും അതെങ്ങനെ പെർഫോം ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഉണ്ട്. നിങ്ങളുടെ കംഫർട്ട് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ തന്നേക്കുന്ന നമ്പറിൽ ഓഫ്ലൈൻ കോച്ചിങ് വേണോ ഓൺലൈൻ കോച്ചിങ് വേണോ എന്ന് തീരുമാനിച്ചിട്ട് കോൺടാക്ട് ചെയ്ത് ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A and B can do a work together in 18 days. A is 3 times as efficient as B. ഓക്കെ, അപ്പം എയും ബിയും ഉണ്ട്. എഫിഷ്യൻസിയുടെ റേഷ്യോ ബിൻ്റെ എഫിഷ്യൻസി 1 ആണെങ്കിൽ ബി എത്ര കഴിവുണ്ടോ അതിൻ്റെ 3 ഇരട്ടി കഴിവ് എയ്ക്കുണ്ട്. എഫിഷ്യൻ്റ് ആസ് ബി ഇൻ ഹൗ മെനി ഡേയ്സ് ബി എലോൺ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക്. അതായത് നോക്കിയേ, ഇവരുടെ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? കമ്പൈൻഡ് എഫിഷ്യൻസി 3 + 1 4 ഇൻറ്റു കമ്പൈൻഡ് എഫിഷ്യൻസി ഇൻറ്റു വർക്ക് എന്തുവാ? എഫിഷ്യൻസി ഇൻറ്റു ടൈം. ഇപ്പോൾ ഇവിടെ ടോട്ടൽ വർക്ക് വേണമെങ്കിൽ കമ്പൈൻഡ് എഫിഷ്യൻസി ഇൻറ്റു കമ്പൈൻഡ് ആയിട്ട് എടുത്ത സമയം 18. അപ്പോൾ വർക്ക് ഇതല്ലേ, നിങ്ങൾ ഗുണിച്ചെഴുതാൻ നിൽക്കണ്ട. ഇനിയും ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ ബി എലോൺ കംപ്ലീറ്റ് ദ വർക്ക്. അപ്പം ബീൻ്റെ എഫിഷ്യൻസി എത്ര? 1 അല്ലേ. അപ്പം ടൈം ടേക്കൺ ബൈ ബി എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് ബി. അപ്പോൾ ടോട്ടൽ വർക്ക് എത്ര?
4 ഗുണം 18 ബൈ എഫിഷ്യൻസി ഓഫ് ബി 1. അപ്പോൾ ആൻസർ എത്ര വരും? 72 ഡേയ്സ് എന്ന് വരും. സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ? ഇപ്പോൾ ചില സമയത്ത് ഇവിടെ 2 എഫിഷ്യൻസി ഇവിടെ 4 ആയിരുന്നെങ്കിൽ 4 3 എഴുതേണ്ടി വരും. അപ്പോൾ പിന്നെ പെട്ടെന്ന് വെട്ടിപ്പോകാൻ പറ്റും. നിങ്ങളിത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വെട്ടി ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ അപ്പോൾ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A can complete a certain work in 35 days. B takes 15 days to do the same work. If both worked together for 7 days and B left, how many days will A take to complete 60% of the remaining work? അപ്പോൾ എയും ഉണ്ട് ബിയും ഉണ്ട്. ഇത് അവരുടെ എഫിഷ്യൻസി അല്ല, ഡേയ്സ് അല്ലെങ്കിൽ ടൈം. അപ്പോൾ ഡേയ്സ് എത്ര? എ 35 ദിവസം എടുക്കും, ബി 15 ദിവസം എടുക്കും. അപ്പോൾ ഇവരുടെ വർക്ക് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? LCM മെത്തേഡിൽ ഇവരുടെ എഫിഷ്യൻസി, അതായത് 35 ഗുണം 3 105. വർക്കിനെ ഞാൻ 105 ആയിട്ട് എടുത്തു. അപ്പം ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ത് വരും? വർക്ക് ബൈ ഡേയ്സ് 105 ബൈ 35 3:, ബിൻ്റെതോ 7. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? രണ്ടുപേരും ഒരുമിച്ച് 7 ദിവസം വരെ വർക്ക് ചെയ്തു. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നെങ്കിൽ അവരുടെ കമ്പൈൻഡ് എഫിഷ്യൻസി വേണ്ടേ? 3 + 7 10. അപ്പോൾ എഫിഷ്യൻസി 10 ഉണ്ട്. അപ്പോൾ അതുവരെ ചെയ്ത വർക്ക് എങ്ങനെ കാണാം? വർക്ക് കംപ്ലീറ്റഡ് ടിൽ 10 ദിവസം. അപ്പോൾ 7 ദിവസം വരെ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും കമ്പൈൻഡ് എഫിഷ്യൻസി, എ പ്ലസ് ബിയുടെ കമ്പൈൻഡ് എഫിഷ്യൻസി ഇൻറ്റു ടൈം. കാരണം വർക്ക് എഫിഷ്യൻസി ഇൻറ്റു ടൈം അല്ലേ. അപ്പോൾ 3 + 7 10 ഗുണം എത്ര ദിവസം വർക്ക് ചെയ്തു? 7. അതായത് 70 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പം മൊത്തത്തിലുള്ള വർക്ക് 35 അല്ലേ. അപ്പം റിമൈനിങ് വർക്ക് എത്ര? റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 105 - 70, അതായത് 35 യൂണിറ്റ് ഉണ്ട്. ഇനി പറഞ്ഞേക്കുന്നത് എന്താ? ഹൗ മെനി ഡേയ്സ് വിൽ എ ടേക്ക് ടു കംപ്ലീറ്റ് 60% ഓഫ് ദ റിമൈനിങ് വർക്ക്? റിമൈനിങ് വർക്ക് എത്ര? 35. അപ്പം 35ൻ്റെ 60% എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രാക്ഷൻ എത്ര? 3/5. ഇത്രയും വർക്ക് എ ചെയ്യണം. ഇൻ ഹൗ മെനി ഡേയ്സ്, അതായത് ഡേയ്സ് കാണണമെങ്കിൽ ഇത് വർക്കാണ്. വർക്ക് ബൈ എൻ്റെ എഫിഷ്യൻസി എത്ര? 3, അതായത് 3. അപ്പം അതായത് ടൈം ടേക്കൺ ബൈ എ ടു റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ടൈം എ എടുത്ത ടൈം 35 × 3 പോയി, അതായത് ഫൈനലി 7 ഡേയ്സ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ വിൽ ബി യുവർ ആൻസർ. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ എന്നാ പറയുന്നത്? എ ടേക്സ് 4 hours more than the time taken by both A and B to do the same work, and B takes 9 hours more than both of them working together to complete the same work. In how many hours will the work be completed by both A and B if they work together? അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ട ക്വസ്റ്റ്യൻ ആണ്. അതായത് എ എടുക്കുന്ന സമയമല്ല, എയും ബിയും കൂടെ ഒരുമിച്ചെടുക്കാനെടുത്ത സമയം എക്സ് ആണെന്ന് വെച്ചോ. ടൈം ടേക്കൺ ബൈ ഒരു പർട്ടിക്കുലർ വർക്ക് തീർക്കാൻ എയും ബിയും ഒരുമിച്ചെടുക്കുന്ന സമയം എക്സ് ആണെന്ന് വെച്ചോ. എക്സ് മണിക്കൂറോ എക്സ് ദിവസം എന്തോ ആവും. അപ്പോൾ ഈ എടുത്ത സമയത്തേക്കാൾ അധികം എടുത്ത സമയങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, എക്സ്ട്രാ എടുത്ത സമയം. അപ്പോൾ എയും ബിയും കൂടെ ഒരുമിച്ചെടുക്കുന്ന സമയം എക്സ് ആണെങ്കിൽ അതിനേക്കാൾ എ മണിക്കൂർ അല്ലെ എ ദിവസം കൂടുതൽ എടുത്തു, എ മോർ. ഇനി ബി ആണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചെടുക്കുന്ന സമയം എക്സ് ആണെങ്കിൽ ഇതിനേക്കാൾ ബി മണിക്കൂർ അല്ലെ ബി ദിവസം കൂടുതൽ എടുത്തു എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ചെയ്ത വർക്ക് കിട്ടുക, അതായത് എക്സ് എന്ന് പറയുന്നത് √AB ആയിരിക്കും. ഈ ഒരു ഫോർമുല ആലോചിച്ച് വെച്ചോണം. എക്സ് എന്ന് പറയുന്നത് എന്താ? എയും ബിയും ഒരു വർക്ക് തീർക്കാൻ എടുത്ത സമയം. എ ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് എയും ബിയും ഒരുമിച്ചെടുത്ത സമയത്തിനേക്കാൾ കൂടുതൽ എടുത്ത സമയം, എ എടുത്ത സമയം. ബി എന്ന് പറയുന്നത് എയും ബിയും ഒരുമിച്ചെടുത്ത സമയത്തിനേക്കാൾ ബി കൂടുതൽ എടുത്ത സമയം. അപ്പോൾ എക്സ് = √AB വരും. അപ്പോൾ ഇവിടെ എങ്ങനെ വരും ആൻസർ? എയും ബിയും ഒരുമിച്ച് എത്ര സമയം കൊണ്ട് എടുക്കുമെന്നല്ല. അപ്പം ടൈം ടേക്കൺ ബൈ എ പ്ലസ് ബി എന്ന് പറയുന്നത് √4 × 9. കാരണം രണ്ടുപേരും എടുക്കുന്നതിനേക്കാൾ 4 മണിക്കൂർ കൂടുതൽ എ എടുത്തു. ബി എന്ന് പറയുന്നത് 9 മണിക്കൂർ കൂടുതൽ രണ്ടുപേരേക്കാൾ എടുത്തു. അതായത് √4ൻ്റെ റൂട്ട് എത്ര? 2. 9ൻ്റെ റൂട്ട് 3. സോ 2 × 3 6 ഡേയ്സ്. ഡേയ്സ് ആണോ? ഓക്കെ, 6 hours. ഇവിടെ അവേഴ്സിലാണ് വന്നേക്കുന്നത്.
അപ്പോൾ 6 hours വിൽ ബി യുവർ ആൻസർ. സോ ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ടൈം ആൻഡ് വർക്കിൻ്റെ ഫസ്റ്റ് സെഷൻ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഇനി അങ്ങോട്ട് നമ്മൾ LCM മെത്തേഡ് ആയാലും ഇത് പഠിപ്പിച്ച ഷോർട്ട് കട്ട്സും ഫോർമുലാസും വെച്ചിട്ടുള്ളൊരു വർക്കൗട്ട് സെഷൻ ആയിരിക്കും. അപ്പോൾ ഇനിയും വരുന്ന പ്രാക്ടീസ് സെഷൻ ആയിരിക്കും. മസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിൽ വരിക. ഇതിൽ നിന്ന് മാക്സിമം കൺസെപ്റ്റ് പിടിച്ചെടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ ഇതിൻ്റെ പ്രാക്ടീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.